എനിവേ കേരളത്തിലെ കാര്യം തീരുമാനമായല്ലോ അല്ലേ? ഇവിടുത്തെ കാര്യം മോസ്റ്റ്ലി വിജയ് തന്നെ ആകാനാണ് ചാൻസ് പോണ പോക്ക് കണ്ടിട്ട്. ഈ പോർഷനിൽ ഭയങ്കര പെയിന്. ഇതെനിക്ക് 10th പഠിക്കുന്ന സമയത്ത് ചെറിയൊരു ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ട്. ആപ്പിന് ഇയാളൊരു താരം പറഞ്ഞ ക്യാമറയിൽ പ്രേതം വരും, മനുഷ്യന്റെ കണ്ണോട് കാണൂല, എന്ത് തള്ളുന്നു. ഈ യൂട്യൂബില് ഉള്ള ചില സ്കിറ്റ്സിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങള് പ്രേതത്തില് വിശ്വസിക്കുന്നുണ്ടോ? ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. ഇന്ന് രാവിലെ തന്നെ ഏറ്റവും വലിയ കഷ്ടപ്പാട് എന്ന് പറയുന്നത് ഗ്യാസും സിലിണ്ടർ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് എപ്പോഴാണ് വരികയെന്ന് അറിയില്ല. ഇതിന് മുമ്പ് വന്നത് തന്നെ കഷ്ടപ്പെട്ട് 40 ദിവസത്തിനടുത്തങ്ങാണ്ട് ഓർഡർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എത്തിയിരിക്കുന്നത്. ഇനി ഇപ്രാവശ്യത്തത് ഒരു പിടിയില്ല. ഇലക്ഷൻ കഴിഞ്ഞാൽ കിട്ടില്ലെന്ന് പോലും അറിയില്ല എന്നാണ് പൊതുവെ ആൾക്കാർ പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ ഈ മുതൽ കാലിയായി 3 എണ്ണം അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്, ഒരു രക്ഷയില്ല. റെഡിയായി. ഇത് ആവണുണ്ടായിരുന്നില്ല, പ്രസ് ചെയ്തിട്ട് എത്രയായിട്ട് ഉണ്ടായിരുന്നില്ല. ഗ്യാസ് ബുക്ക് ചെയ്യാൻ നോക്കിയിട്ട് നടക്കണില്ല ഗൈസ്, എത്രയായിട്ട് നടക്കുന്നില്ല. അതായത് മാർച്ച് 27 ബുക്ക് ചെയ്ത സാധനമാണ്. ഈ സാധനം ഏപ്രിൽ 12 ഡെലിവറി ചെയ്തു. ഇനി അടുത്ത ബുക്കിംഗ് ചെയ്യാൻ നമുക്ക് അനുവദിച്ചിരിക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് മെയ് 9 മെയ് 9 കഴിഞ്ഞതിന് ശേഷമേ ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളിപ്പോഴും മെയ് 9 എത്തിയിട്ടില്ല. അപ്പോൾ അത് കഴിയുന്നവരെ വെയിറ്റ് ചെയ്യണമെന്നാണ് ഇപ്പോൾ എഴുതി കാണിക്കുന്നത്. ആകെ മൊത്തം തലവേദനയാണ്. ഗ്യാസ് സിലിണ്ടർ ഷോർട്ടേജ് ഈ രീതിയിൽ പോവുകയാണെങ്കിൽ എവിടെ ചെന്ന് എത്തുമെന്ന് അറിയില്ല. പല ഹോട്ടലുകളും പാചകം നിർത്തി കഴിഞ്ഞു, ലഞ്ചൊന്നും ഇല്ല. ഇപ്പോൾ പാർസലുണ്ട്, വേണമെങ്കിൽ തരാം. നമുക്ക് റെഡി ആയിട്ട് അവിടെ നിന്ന് ഉണ്ടാക്കി തരുന്ന പല ഫുഡുകളും അവർ നിർത്തിവെച്ചു. ഗ്യാസ് സിലിണ്ടർ കിട്ടണമെങ്കിൽ മെയ് 9 കഴിയണത്ര. മെയ് 9 കഴിഞ്ഞതിന് ശേഷം ബുക്ക് ചെയ്യുന്നതിന് മാത്രമേ കൊടുക്കുള്ളൂ എന്നാണ് പറയുന്നത്. കാരണം മെയ് 9 കഴിഞ്ഞാലേ ബുക്ക് ചെയ്യാനേ പറ്റണുള്ളൂ. അതുവരെയൊക്കെയുള്ളത് അവർ നിർത്തി വെച്ചിരിക്കുക. എനിക്ക് ഞെക്കിയിട്ട് വരുന്നില്ല മൊബൈലിൽ, അങ്ങനെ ആക്കി വെച്ചിരിക്കുകയായിരുന്നു. ഇവിടുത്തെ ദോശ പരിപാടി തുടങ്ങുകയാണ്. അമ്മ ദോശയും ചമ്മന്തിയായിട്ട് നീങ്ങുകയാണ്. ഇനി ഞാൻ എൻ്റെ പരിപാടികൾ തുടങ്ങട്ടെ, എനിക്കുള്ള ദോശ ഉണ്ടാക്കട്ടെ. ചമ്മന്തി ടേബിളിലുണ്ട്. ഓക്കെ, ഇയാള് ഓംലേറ്റ് ഉണ്ടാക്കിയോ? എനിക്കൊന്നും ഉണ്ടാക്കണമല്ലോ. ചട്ടി വെക്കട്ടെ, പണി തുടങ്ങട്ടെ. ഇനി ആസ് യൂഷ്വൽ ചെറുപയർ ദോശ തന്നെയാണ് നമുക്ക്. അമ്മയ്ക്ക് ഒരു ചെറുപയർ ദോശയും ഒരു അരി ദോശയും, ഓരോരുത്തർക്ക് ഓരോ മോഡലാണ്. അമ്മൂന് 2 അരി ദോശയും 2 ചെറുപയർ ദോശയും അല്ലേ? ഓരോരുത്തർക്ക് ഞാൻ കഴിച്ചു. എന്താ കോവക്കയിൽ ആരെങ്കിലും കൈവശം തന്നിട്ടുണ്ടോ? കോവക്ക എല്ലാത്തിനും നല്ലതാ, ഡയബറ്റീസ്, കൊളസ്ട്രോൾ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം. ഏത് സിനിമയിലുണ്ട് ഉർവശിക്ക് കോവക്കയിൽ കൈവശം തന്നത്? കൂർക്ക അവിടെ കിട്ടോ? എനിക്കറിയില്ല. കൂർക്കക്കായി തന്നെ പറയാം. ശരി, നോക്കാം. ഞാൻ ഉണ്ടാക്കാം. ഞാൻ തന്നെ അരിയും ചെയ്തോടാ. കൊണ്ടുവരോ കിട്ടിയാ? നല്ല ടേസ്റ്റ് ആട്ടാ കൂർക്ക, എനിക്ക് ഭയങ്കര ഇഷ്ടാ. ഞാൻ ഉണ്ടാക്കി തരാം. അമ്മയുടെ ദോശ റെഡി. എടുക്കൂ, കഴിക്കൂ. കാപ്പി റെഡി. എൻ്റെ ദോശ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്, ദോശ റെഡി ആയിട്ടുണ്ട്. ഈ കഴിക്കട്ടെ. എനിക്ക് വർക്ക് കുറച്ച് ചെയ്യാനുണ്ട്. അപ്പം അടുക്കളയിൽ കടന്ന് തിരിഞ്ഞാൽ ശരിയാവില്ല. ഞാൻ വർക്കിലേക്ക് തിരിയട്ടെ. പുതിയൊരു ലോഗോൻ്റെ വർക്കിലാണ്, ഒന്നും ആയിട്ടില്ല. ഇവിടെ ചെന്നൈയിൽ വെച്ച് നടക്കാൻ പോകുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്, ഒരു ഇവൻ്റ് ഉണ്ട്. ഈ ബിൽഡേഴ്സിൻ്റെ ഒരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുന്ന ഒരു ഇവൻ്റ്. എന്തോ സംഭവമാണ്. ഒരുപാട് സെലിബ്രിറ്റീസൊക്കെ വരുന്നൊരു പ്രോഗ്രാമാണ്. നയൻതാരയെ പോലെയുള്ള ആൾക്കാരൊക്കെ വരുന്ന ഒരു പ്രോഗ്രാമാണ്. സെപ്റ്റംബറിലാണ് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് ലോഗോ ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. മോഡൽ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും ഫൈനലായാൽ മതിയായിരുന്നു. 2 മണി ആവാറായി. സ്ഥിരം ലഞ്ച് ടൈം. റൈസ് എടുത്തു, കുറച്ച് കോവയ്ക്ക ഉപ്പേരി ഉണ്ട്, നമ്മുടെ സാമ്പാറുണ്ട്, മീൻ വറുത്തതുണ്ട്. ബാക്കി കഴിഞ്ഞോടാ? അതൊക്കെ കഴിഞ്ഞു, കുറച്ചെല്ലാം കഴിച്ചോളൂ. തീർന്നില്ലേ? മീനിന് നല്ല ചിലവാണ്. പിന്നെ എന്തുവാ, തൈരുണ്ട്, അച്ചാറ് തീർക്കാനുള്ളതേ ഉള്ളൂ. അച്ചാറും കഴിഞ്ഞു. മാങ്ങ വാങ്ങിച്ചുണ്ടാക്കാം. നമുക്ക് മാങ്ങ വാങ്ങിച്ചിട്ടുണ്ടാക്കിയാലോ? ഫുഡ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എഗൈൻ കമ്പ്യൂട്ടർ തന്നെയാണ്. ഇന്ന് വർക്ക് ഉണ്ട്. 5 മണിക്ക് മുമ്പ് ഈ ലോഗോസ് അയച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ക്ലയന്റിന്. മാങ്ങ ഉപ്പിലൊന്നും വെക്കണ്ടേ? ഞാൻ ഉപ്പിലിട്ട് വെച്ചിട്ടില്ല. ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്ത മെത്തേഡ് എങ്ങനെ പറഞ്ഞത്. എണ്ണ ഒഴിച്ചു. എണ്ണ നന്നായിട്ട് വെട്ടി തിളക്കണ ചൂടെത്തുന്ന സമയത്ത് മുളക് പൊടി, കുറച്ച് മഞ്ഞപ്പൊടി, കുറച്ച് ഈ മുളക് ഏതറിയോ? കാശ്മീരി മുളക് പൊടിയാണ്. ഇതെല്ലാം കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് വെട്ടി തിളയ്ക്കും. വെട്ടി തിളച്ചതിന് ശേഷം അതിൽ ശേഷം പച്ചവെള്ളം ഒഴിക്കും. ഇതിന് ശേഷം ഇതിനകത്ത് കുറച്ച് കായം, കീയം, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചേർത്ത് ഉലുവപ്പൊടി മറ്റേത് മറിച്ചത്. ഇതിന് ശേഷം കയ്പൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഒരു പൊട്ടി ശർക്കര ഇടും.
ഇത്രയും ചെയ്തതിനു ശേഷം അതിനകത്തോട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മാങ്ങ ഇട്ട് കൊടുക്കും. ഉപ്പൊക്കെ പിടിക്കല് ഇനി ഉപ്പിടും. അല്ലെങ്കിൽ ആ തിളക്കുന്ന സമയത്തിന് ഉപ്പിട്ട് അത് വെള്ളത്തിൽ ഉപ്പുണ്ടാവുമല്ലോ, അത് ഈ പറയുന്ന മാങ്ങയ്ക്ക് അങ്ങനെ പിടിക്കുകയും ചെയ്യും. വെരി സിമ്പിൾ. അങ്ങനെ ഞാൻ ഉണ്ടാക്കി. 1-2 ദിവസമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. കൈയിൻ്റെ റിസ്റ്റ് ഉണ്ടല്ലോ, നമ്മൾ ഈ വാച്ച് കെട്ടുന്ന പോർഷൻ, ഈ പോർഷനിൽ ഭയങ്കര പെയിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വെയിറ്റ് എടുക്കാനോ അല്ലെങ്കിൽ വെയിറ്റ് തൂക്കാനോ ഇപ്പം നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ പുഷപ്പ് ചെയ്യാനോ ഒന്നും ഒരു കുഴപ്പമില്ല. ചുമ്മാ ഇരിക്കുന്ന ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കൈ വെറുതെ തിരിക്കില്ലേ നമ്മൾ, ആ സമയത്ത് ആ റെസ്റ്റിൻ്റെ അവിടെ ഒരു പെയിന് വരുന്ന കാണാൻ പറ്റും. അതാണ് പ്രശ്നം. ഇതെനിക്ക് 10th പഠിക്കുന്ന സമയത്ത് ചെറിയൊരു ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. സൈക്കിളിൽ നിന്ന് വീണതാ. അപ്പോൾ ഇത് ഞാൻ മാവ് ഇട്ടിരുന്നു. നമ്മൾ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഇടുമല്ലോ, മാവ് ഇടുമല്ലോ. ഈ മാവ് ഇട്ടതിന് ശേഷം എനിക്ക് 28ാമത്തെ ദിവസം അഴിക്കേണ്ടി വന്നു SSLC എക്സാമിന് വേണ്ടിയിട്ട്. സോ അങ്ങനെ അഴിച്ചു. പിന്നെ എഗെയിൻ അത് മാവ് ഇടാൻ പോകണമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ചെയ്തില്ല. കാരണം നടുവിൽ വെച്ചിട്ട് നമ്മളത് മുറിച്ച് ഒഴിവാക്കിയതല്ലേ. അത് ശരിക്കും ഒട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്നാണ് എനിക്കിപ്പോൾ തോന്നണത്. ഇപ്പോഴാണ് അതിൻ്റെ ഒരു പെയിന് വരാൻ തുടങ്ങുന്നത്. 30s ഇപ്പോൾ ആ വേദന ഞാനിപ്പോൾ അനുഭവിക്കണത്. ഇതിന് ഇപ്പോൾ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കാണണം എന്നുള്ളതാണ് അടുത്ത പ്രശ്നം. പക്ഷെ എന്തൊക്കെയാണ്, ഓരോന്ന് കഴിയുമ്പോൾ അടുത്തടുത്ത പ്രശ്നങ്ങൾ വരികയാണ്. എന്നെ എടുക്കല അന്നല്ല വിട്. പിന്നെ എപ്പോൾ എടുക്കാനാ? ഞാൻ കുളിച്ച് വന്നിട്ട് എടുത്താ. ഇപ്പൊ കുളിക്കാൻ മൂട് പ്രേതം വരും. ഇവിടെ വേണ്ട ഞാൻ പറഞ്ഞു. പിന്നെ ഇയാളുടെ അടുത്ത് ആരോ പറഞ്ഞ ക്യാമറയിൽ പ്രേതം വരും, മനുഷ്യന്റെ കണ്ണോട് കാണൂല. എന്ത് തള്ളുന്ന ഈ യൂട്യൂബില് ഉള്ള ചില സ്കിറ്റ്സിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനത്തെ ഒരു ടോപ്പിക്കിൽ വരുന്നത്. ക്യാമറയിൽ പിക്ചർ ക്യാപ്ചർ ചെയ്തിരുന്ന ഗോസ്റ്റ് ക്യാമറയിൽ മാത്രമേ കാണുള്ളൂ, നമ്മളെ കണ്ട് കാണില്ല. ക്യാമറയിൽ 2 പേര് ഫോട്ടോ എടുക്കും. ഇപ്പോൾ ന്യൂസിലും കൂടി എന്തോ, അതും യൂട്യൂബിൽ തന്നെ കണ്ട്. 2 പേര് ഫാമിലി ആയിട്ട് ഫോട്ടോ എടുക്കായിരുന്നു അത്ര. എന്നിട്ട് ഫോട്ടോ ഈ അതൊക്കെ വന്ന് എന്താ പറയുക, അത് നെഗറ്റീവ് ആയിട്ട് ഫോട്ടോ ഒന്ന് കയ്യിൽ തരുമ്പോഴത്ര ആ എടുക്കുന്ന ആൾക്ക് ഈ പുറകെ എന്തോ ഒരു വെളുത്ത കളറിൽ ഇതുണ്ടല്ലോ, ഒന്ന് പ്രേതത്തിനെ പോലെ ഉണ്ടെന്ന് അപ്പോഴാണ് അവർക്ക് അറിയുന്നത്. അപ്പം അങ്ങനെയൊക്കെ കണ്ടു. അതൊക്കെ വിശ്വസിക്കാൻ പറ്റുന്നില്ല, ബട്ട് കണ്ട കാര്യം പറഞ്ഞു അത്രേ ഉള്ളൂ. വിശ്വസിച്ചിട്ടില്ല അല്ലേ? ഇല്ല. എന്നിട്ട് ഇങ്ങനെ ആലോചിച്ച് പറഞ്ഞിട്ടുണ്ടാവുക. ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. എന്ത്? എൻ്റെ ചോദ്യം ഈ വ്ളോഗ് കാണുന്ന ആൾക്കാരുടെ അടുത്താണ്. നിങ്ങൾ പ്രേതത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? പ്രേതത്തിൽ വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഒന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ടോ? പല ആൾക്കാരും ലൈറ്റ് കറണ്ടൊക്കെ വന്നതിന് ശേഷം പ്രേതം ഇല്ല എന്ന് പറയുന്നവരുണ്ട്, അതിന് മുമ്പൊക്കെ ഉണ്ട് എന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ ഉണ്ടോ ഇല്ലയോ, നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്താ പറഞ്ഞേ? ഞാനൊന്നും പറഞ്ഞില്ല. എന്താ പറഞ്ഞായിരുന്നല്ലോ? ഞാനൊന്നും പറഞ്ഞില്ല. ഞാൻ കാണാൻ ചെയ്യണേ. യൂട്യൂബ് എന്ത് യൂട്യൂബ്? യൂട്യൂബിൽ എന്തോ കണ്ടു എന്താ പറഞ്ഞേ? യൂട്യൂബ് ചാനലിൽ ഇപ്പോൾ ഈ ഇടയായിട്ട് ഇപ്പോഴുള്ള ട്രെൻഡാണ്. ഒരുപാട് ഗോസ്റ്റ് സ്റ്റോറീസ് അവർ വെളിപ്പെടുത്തും. അവർ പേഴ്സണൽ ലൈഫ് എക്സ്പീരിയൻസിൽ ഉണ്ടായതും പിന്നെ അവർ സബ്സ്ക്രൈബേഴ്സ് അവർക്ക് ഇൻസ്റ്റാഗ്രാം മൂലമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതും മെസ്സേജായിട്ടും വോയിസ് നോട്ടുമായിട്ടും പറഞ്ഞു കൊടുക്കണ വീഡിയോസൊക്കെ അത് കേട്ടിട്ട് അവർ അത് നരേറ്റ് ചെയ്യും. അപ്പോൾ എനിക്ക് അത് കാണാറുള്ള പതിവ് ഇപ്പോൾ തുടങ്ങിയതാണ് ഉണ്ട്. എന്നിട്ട് ഞാൻ പേടിക്കുകയും ചെയ്യും. ഗോസ്റ്റ് മൂവീസ് സ്റ്റോറീസൊക്കെ കേൾക്കാനും ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ പേടിക്കുകയും ചെയ്യും. എന്തിനും അത്ര കഷ്ടപ്പെട്ടിട്ട് കാണുന്നത്? ഇൻട്രസ്റ്റഡ് ആയിക്കൊണ്ട്. പേടിക്കാൻ പാടില്ല. അത് പറയാൻ വയ്യ. പേടിക്കാൻ പാടില്ല എന്ന് വിചാരിക്കും, പക്ഷെ പേടിയത് വരും. ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടോ നിങ്ങളെ വീട്ടിലും? പ്രേതം പ്രശ്നമില്ല, പ്രേത സിനിമയൊക്കെ കാണും, പക്ഷെ ഒറ്റയ്ക്ക് കിടന്ന് ഉറങ്ങൂല രാത്രി. അങ്ങനത്തെ ആൾക്കാരുണ്ടോ വീട്ടില്? നീ ഇവിടെ ഉണ്ട് അങ്ങനെ. അതിപ്പോ എടുത്ത് കാണിക്കണപ്പോ രാത്രി ഫുള്ള് ലൈറ്റ് ഇട്ടിട്ടേ ഉറങ്ങുള്ളൂ, റൂം ഫുള്ള് ഫ്ലഡ് ലൈറ്റ് ആയിരിക്കും. ഓക്കെ, ഓരോരുത്തര് വീഡിയോ ഇടുന്നതാണ്. വീഡിയോയുടെ ലെങ്ത് നോക്കിയേ, 1.25 മണിക്കൂർ ഏകദേശം. എന്താ പറയുന്ന കഥ നോക്കിയേ. പ്രേത സിനിമ പോലെ ഒരു കഥ ഇരുന്ന് ഒരുത്തൻ അങ്ങനെ പറയാ யூடியூப் சேனல்ல. ஹாரர் ஷோவை ஒரு குடும்பமே உட்கார்ந்து பாக்குறத நீங்க பாத்திருக்கீங்களா அப்படின்னு சொல்லிட்டு ஒருத்தர் கமெண்ட்ல எனக்கு மென்ஷன் பண்ணியிருந்தாரு. எங்களோட குடும்பம் സംഗതി തമിഴാണ്. ഈ സാധനത്തിന് ഇത്രയും മാർക്കറ്റ് ഉണ്ട് എന്നുള്ളത് ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത്. ഇത് ഈ ഒരു ചാനലല്ല, ഇത് ഒരു 3-4 ചാനൽ ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ ഇതേ അധികം കാണാറുള്ളൂ. ഞാൻ ഇത് കൊണ്ടുവന്നപ്പോൾ കരുതി നിങ്ങളതൊക്കെ പൊട്ടിച്ചിട്ട് പാത്രത്തിലിട്ട് തിന്നാൻ തുടങ്ങിയിരുന്നു. ഇപ്പോൾ പൊട്ടിക്കണേ ഉള്ളൂല്ലേ. അങ്ങനെ ഇപ്പോൾ കേരളത്തിൽ കോൺഗ്രസ് ഒരു തീരുമാനമാക്കി, UDF. തമിഴ്നാട്ടിൽ വിജയും ഒരു തീരുമാനമാക്കിയിട്ടുണ്ട്. കാരണം രണ്ടുപേർക്കും 100ന്റെ അടുത്ത് ഈ പറഞ്ഞ പോലെ ഭൂരിപക്ഷം ഉണ്ട്. 100, 105, 102 ഉണ്ട്. ഏതായാലും ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് സിനിമ വിജയൊന്നും ജയിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയതല്ല. കാരണം ആകെ 2 വർഷത്തിൻ്റെ പാരമ്പര്യമുള്ളൊരു പാർട്ടിയാണ് അവരുടെ.
TV-ക്ക്. ഏതായാലും അത് ജയിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം എന്താ കുറച്ച് സ്ഥലത്തും കൂടി അല്ലേ വോട്ടിടുന്നാണല്ലോ, അവരെന്നെ ജയിക്കും. ഇവിടെ സിനിമാ നടൻ വിജയിയാണ് ജയിച്ചിരിക്കുന്നത്. ഒരാൾ ജയിക്കണ്ടേ? ജയിച്ചു പറഞ്ഞാൽ വോട്ടെണ്ണിന്റെ ഗുണം കഴിഞ്ഞെന്നറിയില്ല. വാർത്ത നോക്കുന്ന സമയത്ത് ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് മൂപ്പരാണ്. എന്തുണ്ടാക്കുമെന്ന് ഇങ്ങനെ ആലോചിച്ച് ഇരിക്കുകയായിരുന്നു. ദോശ ഉണ്ടാക്കണോ അതോ ചപ്പാത്തി ഉണ്ടാക്കണോ? അപ്പോഴാണ് നമ്മുടെ ഷെൽഫിനകത്തിരിക്കുന്ന മാഗി കണ്ടത്. എന്നാൽ പിന്നെ മാഗി ഉണ്ടാക്കിയാലോ എന്നുള്ളൊരു പ്ലാന്. നോക്കുമ്പോൾ ഇത് 2 എണ്ണേ ഉള്ളൂ. ഒന്നിനകത്ത് 2 എണ്ണം ഉണ്ട്, ഇതിനകത്ത് 2 എണ്ണം ഉണ്ട്. മൊത്തം 4 എണ്ണം ഉണ്ടാവും. പക്ഷേ ഈ 4 എണ്ണം വെച്ചിട്ട് 3 പേര് കഴിക്കുമോ, അവർക്ക് മതിയാവോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട്. അമ്മ ചിരിക്കുക. അപ്പോൾ ഒരു 2 ദോശ ഞാൻ എക്സ്ട്രാ ഉണ്ടാക്കിയാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ എനിക്ക് 2 ദോശയും കുറച്ച് മാഗിയും മതി. ബാക്കിയുള്ള പോർഷനും കൊണ്ട് 2 പേർക്ക് ഈസിയായിട്ട് കഴിക്കാമല്ലോ. പിന്നെ കുട്ടി ഇല്ലാത്തതുകൊണ്ട് പിന്നെ കുട്ടിയുടെ പോർഷനും 2 പേർക്കും കൂടി ഷെയർ ചെയ്തിട്ട് എടുക്കാൻ പറ്റും. ഇല്ലെങ്കിൽ വാഗോട്ടി വന്നിട്ട് അവിടെ ഇരിക്കുന്നുണ്ടാവും. അവൾ ഈ നൂഡിൽസിൻ്റെ മെയിൻ ആളാണ്. നൂലീസ് പറഞ്ഞ കൊണ്ട് കഴിക്കാൻ ഹോട്ടലിൽ വരെ വിളിച്ചുകൊണ്ട് പോകുന്ന മുതലാണത്. അങ്ങനെ മാഗി ഉണ്ടാക്കി കഴിച്ചു. നല്ല എരിവായിരുന്നു. മസാല ഇച്ചിരി കൂടിപ്പോയി. ഞാൻ മുളക് പൊടി കുറച്ച് കൂടുതൽ ഇട്ട് പോയി. നീറിയിട്ട് വയ്യ. എനിവേ കേരളത്തിലെ കാര്യം തീരുമാനമായല്ലോ അല്ലേ. ഇവിടുത്തെ കാര്യം മോസ്റ്റ്ലി വിജയ് തന്നെ ആകാനാണ് ചാൻസ് പോണ പോക്ക് കണ്ടിട്ട്. അപ്പോൾ ആ ഒരു നല്ല വാർത്തയോട് കൂടിയിട്ട് നമുക്ക് ഇന്നത്തെ വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യാം. ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.